ഡൂയിങ് വാട്ട് യു ലൈക്ക് ഈസ് ഫ്രീഡം, ലൈക്കിംഗ് വാട്ട് യു ഡു ഈസ് ഹാപ്പിനെസ്. നമ്മുടെ ജീവിതത്തിൽ ചിലരൊക്കെ പറഞ്ഞു കേട്ടില്ലേ, എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യും, അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഒരു മുതിർന്ന സഹോദരൻ എന്ന നിലയിൽ ഞാൻ ബഹുമാനത്തോടെ ഇന്നത്തെ യുവാക്കളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ചുകൊള്ളട്ടെ. നമുക്ക് എല്ലാവർക്കും ഫ്രീഡം വേണം, പക്ഷേ ആ ഫ്രീഡം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെ ചെയ്യണമെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. ഒരു പക്ഷേ നമ്മളിപ്പോൾ ഫ്രീഡത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നാളെ നമുക്കത് ദോഷമാണെങ്കിൽ നിശ്ചയമായിട്ടും ആ ഫ്രീഡത്തിൽ നമ്മൾ മാറി ചിന്തിക്കുന്നേ മതിയാകത്തുള്ളൂ. എന്നാൽ ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ പഠിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ടഫാണ്, ഭയങ്കരമായി എഫേർട്ട് ഇടണം. അത് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അത്ര താല്പര്യമുള്ളതായിരിക്കത്തില്ല. ടെമ്പററി നമ്മൾ നോക്കുമ്പോൾ അതൊരു വലിയ കഷ്ടപ്പാടാണ്. പക്ഷെ അതൊന്ന് പാസ്സായി കിട്ടിയാൽ പെർമനൻ്റ് ആയിട്ട് കിട്ടുന്ന ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് ആരോട് പറഞ്ഞാലും മനസ്സിലാകുകയില്ല. എനിക്ക് വളരെ വിഷമമുണ്ടായ സംഭവങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചകളൊക്കെ നമ്മൾ കാണുന്നു, വായിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങളാണ്. ഏകദേശം 22 സ്റ്റുഡൻസാണ് ആത്മഹത്യ ചെയ്ത് നീറ്റ് എക്സാമിനോടുള്ള ബന്ധത്തിൽ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാർത്തകളാണ്. പക്ഷെ എനിക്ക് അവരോട് പറയാനുണ്ടായിരുന്നൊരു വാക്ക് ഇതായിരുന്നു: ഒരു എക്സാം നടന്നില്ലെന്നോ അല്ലെങ്കിൽ തോറ്റുപോകുമെന്നോ ഇനി രണ്ടാമത് എഴുതണമെന്നൊക്കെ വിചാരിച്ച് അവരുടെ ജീവിതം അവസാനിപ്പിച്ചത് ഒട്ടും ശരിയായില്ല. നിങ്ങൾ ആരെങ്കിലും മനോവിഷമത്തിലോ സങ്കടത്തിലൊക്കെ ഇരിക്കുന്നെങ്കിൽ ആത്മഹത്യയല്ല എല്ലാറ്റിൻ്റെയും ഒടുവിലെ പരിഹാരം എന്ന് ഒരിക്കലും ചിന്തിക്കരുത് എന്ന് നിങ്ങളോട് താഴ്മയായി ഓർപ്പിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് ഈ ഹോസ്പിറ്റലൊക്കെ വിസിറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ കാണാറുണ്ട്, ലക്ഷക്കണക്കിന് രൂപയല്ലേ ആൾക്കാർ മോഡലാക്കണം. എന്തിനാ? ഒരു ദിവസം കൂടി നീട്ടിക്കിട്ടാൻ, ഒരു കുറച്ച് ആയുസ് കൂടി നീട്ടിക്കിട്ടാൻ വേണ്ടി. നിങ്ങൾ ഇന്നത്തെ കേരളത്തിലെ മാത്രം ഹോസ്പിറ്റൽ എടുത്ത് നോക്കി, എത്രയോ പതിനായിരക്കണക്കിന് പേരാ ഒന്ന് ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചെറുപ്പക്കാരൊരു നിസ്സാര കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളൊക്കെ പൊലിഞ്ഞു പോയെന്നും പറഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. നമുക്കിപ്പോഴുള്ള ഫ്രീഡം ഒരുപക്ഷെ നാളെ അത് വലിയ ജയിലായിട്ട് തീരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ ജയിൽ പോലെ തോന്നുന്ന പല സംഭവങ്ങളും നമ്മളെ നാളെ വലിയ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയും. അതുകൊണ്ട് എളിമയോടെ പറയട്ടെ, പട്ടിണി കിടന്നാണെങ്കിലും വിദ്യാഭ്യാസത്തോട് ഒരു കോംപ്രമൈസും വെക്കാതെ അത് പഠിച്ച് അതിന് വില കൽപ്പിച്ച് ജീവിതത്തിൽ എവിടേക്കാണ് എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ള സകല ഉത്സാഹവും കഴിക്കണം. ഇപ്പോൾ കാണുന്ന ഫ്രീഡത്തേക്കാൾ വലിയൊരു ഹാപ്പിനെസ്, സക്സസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരർത്ഥം ഹാപ്പിനെസ് ആണ്. നമുക്ക് സന്തോഷം കിട്ടാത്ത ഒരു വിജയവും വിജയമല്ലെന്നേ. ടെമ്പററി ആയിരിക്കുന്ന സന്തോഷങ്ങളുടെ പുറകെ പോയി ജീവിതം പാഴാക്കി കളയാതെ പെർമനൻ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ്സിലേക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതിന് വേണ്ട സ്റ്റെപ്പുകൾ നാം വെച്ചേ മതിയാകത്തുള്ളൂ. നാം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കയറി വന്ന പടവുകൾ എത്ര കാഠിന്യമേറിയതായിരുന്നു, ദുഷ്കരമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ലഭിക്കുന്ന ആ ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് ചെറുതൊന്നുമല്ല. എൻ്റെ പ്രിയരെ, നാട്ടുകാർ, വീട്ടുകാർ, അതേപോലെ നമ്മുടെ സമൂഹമൊക്കെ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ആ ദിവസങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് നൽകുന്ന സന്തോഷം വേറെ എവിടെ കിട്ടാനാണ്? അതുമായിട്ട് മാറ്റിവെക്കുമ്പോൾ മറ്റെല്ലാം നൈമിഷികവും താൽക്കാലികമല്ലേ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പിന്നെയും പറയാനുള്ള ഒന്നേ ഉള്ളൂ: എത്ര കഷ്ടപ്പെട്ടാലും പഠനം നമുക്ക് നൽകുന്ന നമ്മുടെ ലക്ഷ്യം അത് കോംപ്രമൈസ് ചെയ്യരുത്, അത് ഇട്ടേച്ച് പോകരുത്. അത് പ്രാപിക്കാൻ വേണ്ടി എന്ത് കഠിന പ്രയത്നമാണോ ചെയ്യേണ്ടത് അത് ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്ക് ഓർപ്പിക്കട്ടെ: ഡൂയിങ് വാട്ട് യു ലൈക്ക് ഈസ് ഫ്രീഡം, ലൈക്കിംഗ് വാട്ട് യു ഡു ഈസ് ഹാപ്പിനെസ്. ഉന്നതമായിരിക്കുന്ന ഉയർച്ചയിലേക്കും നന്മയിലേക്ക് എത്തിച്ചേരുമെന്നൊക്കെ വേണം ഇടയായി തീരുമാനാകട്ടെ.